നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ എങ്ങനെ നെട്ടയത്ത് വന്നു. രാവിലെ എഴുന്നേറ്റു. രാവിലെ എഴുന്നേൽക്കുന്നത് ചിമയ്ക്ക് വേദ പിടിക്കാനായിട്ട് 8 മണിയാകുമ്പോൾ വരും. അപ്പോൾ കുഞ്ഞിനെയൊക്കെ ഒന്ന് കൈമാറിയൊക്കെ പിടിക്കണമെങ്കിൽ രാവിലെ എഴുന്നേറ്റല്ലേ പറ്റത്തുള്ളൂ. എല്ലാം കൂടി അമ്മയെ കൊണ്ട് പറ്റത്തില്ലല്ലോ. ഞാൻ അവളെ വച്ചിരിക്കുന്ന സമയം ഉണർന്നിരിക്കുകയാണെങ്കിൽ വച്ചിരിക്കുന്ന സമയം അമ്മ കിച്ചണിലെ ജോലിയൊക്കെ ഒന്ന് സെറ്റാക്കും കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ചീമയുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഇട്ടപ്പോൾ ഒരുപാട് പേര് പേഴ്സണലി എനിക്ക് മെസ്സേജ് ഇടുക കേട്ടോ. എങ്ങനെയാണ്, ഏതാണ്, എവിടെയാണെന്നൊക്കെ ചോദിച്ചിട്ട് ഡീറ്റെയിൽസ്. അപ്പോൾ എനിക്ക് നിങ്ങൾ മെസ്സേജ് ഇടുന്നതിനെക്കാട്ടി നിങ്ങൾ അവർക്ക് ഡയറക്റ്റ് മെസ്സേജ് ഇട്ടാൽ അവർ ഡീറ്റെയിൽസ് കൂടുതലായിട്ട് പറഞ്ഞു തരും. എനിക്ക് ജസ്റ്റ് വരുന്നു, അവർ ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത് അറിയാവുന്നതല്ലാതെ അതിനെപ്പറ്റി കൂടുതലായിട്ട് പറഞ്ഞു തരാൻ അറിയില്ല. ഇതെന്നല്ല, ഏത് കാര്യമായാലും ഞാൻ അവരുടെ ഡീറ്റെയിൽസ് താഴെ മെൻഷൻ ചെയ്തിരിക്കും. നിങ്ങൾക്ക് അവരെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. സോ ചീമയ്ക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് തിരുമല വിജയമോഹിനി മില്ലിനടുത്തുള്ള പാലാഴി മൾട്ടി സ്പെഷ്യാലിറ്റി ആയുഷ് ക്ലിനിക്കിലാണ്. അതായത് തിരുമലയ്ക്കും പൂജപ്പുരയ്ക്കും ഇടയ്ക്കാണ് വിജയമോഹിനി മില്ല്. അവരുടെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിരിക്കാം. ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ലൊക്കേഷൻ അത് നോക്കാം, അല്ലെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്യാം. ഡോക്ടർ കർണദാസിൻ്റെ ആണ് ഈ ഒരു ഹോസ്പിറ്റൽ. എന്നെക്കാട്ടി ഏജ് ഉണ്ട് ഈ ഹോസ്പിറ്റൽ. അപ്പോൾ അത്രയും വർഷത്തെ പാരമ്പര്യമുണ്ട്. അപ്പം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിൻ്റേതായ ഭംഗിക്കും അതിൻ്റേതായ അറിവുള്ളവരുടെ അടുത്തും ചെയ്യുമ്പോൾ അതിൻ്റേതായ റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവരുടെ ഒരു ട്രീറ്റ്മെൻറ്റ് കർക്കിടക ചികിത്സ എടുത്തിട്ടുണ്ടായിരുന്നു. അതിലെനിക്ക് ഭയങ്കര സുഖം തോന്നിയിട്ടാണ് ചീമയ്ക്ക് ഇങ്ങനൊരു ആവശ്യം വന്നപ്പോൾ അവർക്ക് തന്നെ ഇത് കൊടുക്കാമെന്ന് കരുതിയത്. ഇതൊരു പ്രസവരക്ഷാ ചികിത്സയാണ്. പാക്കേജ് വന്നിട്ട് 7 days, 10 days, 14 days, 29 days, 21 days അങ്ങനെയാണ് വരുന്നത്. അപ്പം ഞങ്ങൾ ചീമയ്ക്ക് എടുത്തിട്ടുള്ളത് 14 days ആണ്. അപ്പോൾ 7 days വരെ ഒഴിച്ചിലും പിഴിച്ചിലും കഴിഞ്ഞിട്ട് ആഫ്റ്റർ 7 days 8th day മുതൽ കിഴിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. 7 days കൈ കൊണ്ടുള്ള നല്ല ഓയിൽ മസാജും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് 8th day മുതൽ ഈ കിഴി കൊണ്ടുള്ള മസാജും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. കിഴിക്കുള്ളിൽ പച്ചില കൂട്ടും കാര്യങ്ങളൊക്കെ വച്ചിട്ട് എണ്ണയിൽ തൊട്ട് ഇങ്ങനെ ദേഹത്ത് മസാജ് ചെയ്ത് കൊടുക്കുന്നതാണ് കിഴിയുടെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, എനിക്കിതിനെപ്പറ്റി ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ അറിയില്ല. അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞേ ഉള്ളൂ. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം, പാക്കേജ് ഡീറ്റെയിൽസ്, എത്ര എമൗണ്ട് എന്നൊക്കെ അറിയണമെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതിയേ. വേദ തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം ഡോക്ടർ കൺസൾട്ടേഷൻ അമ്മയ്ക്കും കുഞ്ഞിനും ഉണ്ടാവും. കുഞ്ഞിനെയും അവരെ കുളിപ്പിച്ച് നമ്മുടെ കയ്യിൽ തന്നിട്ടാണ് പോകുന്നത്. അമ്മയുടെയും കുഞ്ഞിൻ്റെയും കുളിയും കാര്യങ്ങളെല്ലാം അവരാണ് നോക്കുന്നത്. എണ്ണയെല്ലാം തേച്ച് കുഞ്ഞിനെയും കുളിപ്പിച്ച് നമ്മുടെ കയ്യിൽ തന്നിട്ട് പോകും. ഡോക്ടർ കൺസൾട്ടേഷനിൽ അമ്മയുടെ ഹെൽത്ത് ഇഷ്യൂസ്, സ്കിന്നിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് അവർക്ക് വേണ്ട മെഡിസിൻസ് കൊടുക്കും. സ്കിന്നിന് വേണ്ട ഓയിൽ കൊടുക്കും. എന്തൊക്കെ മസാജ് വേണമെന്നുള്ളതെല്ലാം ഡോക്ടർ കൺസൾട്ടേഷന് ശേഷമാണ് അമ്മയ്ക്കും കുഞ്ഞിനും കൊടുക്കുന്നത്. കുഞ്ഞിന് ഓയിൽ മസാജും കുളിപ്പിക്കലും മാത്രമേ ഉള്ളൂ. ബാക്കി അമ്മയുടെ ഫുൾ ട്രീറ്റ്മെൻറ്റ് A to Z അവരാണ് ചെയ്യുന്നത്. അതിനോടൊപ്പം ഈ പാക്കേജിന് ഉള്ളിൽ വരുന്ന സാധനങ്ങളാണ് ഈ കുറുക്ക്, എത്ര കൂട്ടം കുറുക്കുകൾ നമ്മൾ കുറുക്കി കൊടുക്കില്ല പ്രസവിച്ചെടുക്കുന്ന പെൺകുട്ടികൾക്ക്, അതവരുടെ പാക്കേജിലുണ്ട്. അതുപോലെ തന്നെ ലേഹ്യങ്ങൾ, പിന്നെ ഗ്യാസ് വരാതിരിക്കാനുള്ള സാധനങ്ങൾ, പിന്നെ ഇതുപോലുള്ള ഫേസ് പാക്ക്, ബോഡി പാക്ക്, ഇതെല്ലാം വേദെല്ലാം അവർ ഡോക്ടർ കൺസൾട്ടേഷൻ എന്ന് വരുമ്പോൾ തന്നെ വേദെല്ലാം കൊണ്ടുവന്ന് അടുപ്പ്, കലം എല്ലാം അവർ തന്നെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് തിളപ്പിച്ചിട്ടിട്ടാണ് പോകുന്നത്. ഓരോ ദിവസം അവർ തന്നെ വന്ന് എല്ലാ കാര്യങ്ങളും നല്ല വൃത്തിക്ക് ചെയ്തു തരും. ഇപ്പോൾ എല്ലാവരും പ്രസവരക്ഷ ഇതുപോലെ ഏതെങ്കിലും ആയുർവേദ ഹോസ്പിറ്റലിലെ പാക്കേജ് കൊടുക്കാറാണ് പതിവ്. അപ്പോൾ അതിന് ബെസ്റ്റ് ഒരു ഓപ്ഷൻ എനിക്ക് പാലാഴിയായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം അവർ അത്രയും നീറ്റായിട്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ ഇന്നലെ പൊട്ടിമുളച്ച ഒരു ആയുർവേദ ഹോസ്പിറ്റലല്ല പാലാഴി. ഒരുപാട് വർഷത്തെ പാരമ്പര്യമുള്ളതാണ്. 2 hours പ്രൊസീജിയറാണ്. കുഞ്ഞിനെ ഉൾപ്പെടെ കുളിപ്പിച്ച് നമ്മുടെ കയ്യിൽ തരും. ഒരു കോംപ്രമൈസും ഇല്ല. എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. അവിടെ പോയി ചെയ്യാം. ഇതുപോലെ ഹോം സർവീസ് ഉണ്ട്. അവിടെ സ്റ്റേ ചെയ്തും ചെയ്യാം കേട്ടോ. സ്റ്റേ ചെയ്താണെങ്കിൽ ഫുഡ് ഉൾപ്പെടെ അവരാണ് തരുന്നത്. കുറച്ചുകൂടെ നല്ലതായിരിക്കും. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. പോയി ചെയ്യുകയാണെങ്കിലും കുറച്ചുകൂടെ ധാരയും ഒക്കെ നമുക്ക് കിട്ടും. ലാസ്റ്റ് 2 days നമ്മൾ പാലാഴി ഹോസ്പിറ്റലിൽ പോയി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇടാം കേട്ടോ. പാലാഴി ഹോസ്പിറ്റൽ തിരുമലയാണ്. തിരുമലയ്ക്കും പൂജപ്പുരയ്ക്കും ഇടയ്ക്ക് നമ്മുടെ വിജയമോഹിനി മില്ലിനടുത്തായിട്ടാണ് വരുന്നത്. അവരെ വിളിച്ച് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് പോകാവുന്നതാട്ടോ. പ്രസവരക്ഷ മാത്രമല്ല, പ്രസവിക്കുന്നതിന് മുന്നേയും ഇതുപോലുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അത് ചീമയ്ക്ക് എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ചീമയ്ക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ എടുക്കാത്തത്. ആ ഒരു ട്രീറ്റ്മെൻറ്റ്, പിന്നെ കർക്കിടക ചികിത്സ, അങ്ങനെ വേണ്ട എല്ലാ ട്രീറ്റ്മെൻറ്റുകളും അവിടെ ഉണ്ട്. ഇതിനെപ്പറ്റി എന്ത് ഡീറ്റെയിൽസ് അറിയണമെങ്കിലും എനിക്ക് മെസ്സേജ് ഇടുന്നതിനെക്കാട്ടി അവർക്ക് ഡയറക്റ്റ് നിങ്ങൾ മെസ്സേജ് ഇടുക, ഡീറ്റെയിൽസ് പറഞ്ഞുതരും കേട്ടോ. അപ്പോൾ ഇത് ഇന്നലത്തെ വീഡിയോ ആണ്. ഇന്നലെ
ഇന്നലെ നമ്മുടെ ഗുഡ് ഫ്രൈഡേ ദുഃഖവെള്ളിയായിരുന്നു. അപ്പോൾ ദുഃഖവെള്ളിയായിട്ട് ഇങ്ങനെ ഘോഷയാത്ര പോലെ ഉണ്ടാവുമല്ലോ, അങ്ങനെ എന്താ പറയുന്നതെന്ന് അറിയില്ല. ക്രിസ്ത്യൻ ഭാഷയിൽ അതിനൊരു വാക്കുണ്ടാവും, എനിക്കറിയില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. എല്ലാ വർഷവും ഇവിടെ നമ്മുടെ നെട്ടയം ഈ റോഡിൻ്റെ കുറച്ച് ലാസ്റ്റ് ഒരു ചെറിയ ചർച്ചൊക്കെ ഉണ്ട്. അപ്പം അവിടെ നിന്ന് പോകുന്ന ഘോഷയാത്രയാണ്, അവിടെ നിന്ന് പോകുന്നതാണെന്ന് തോന്നുന്നു. ഘോഷയാത്രയാണ്, എല്ലാ വർഷവും ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ കുരിശിൻ്റെ വഴി അങ്ങനെയാണ് പറയുന്നതെന്ന് തോന്നുന്നു ഇതിനെ. എനിക്ക് അറിയത്തില്ല കേട്ടോ, അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക, കാരണം അറിഞ്ഞൂടാത്ത കാര്യമാണ്, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ അതിനെപ്പറ്റി പറയാത്തത്. രസമാട്ടോ അത് കാണാൻ, അവരെ പാട്ടൊക്കെ പാടി ഇങ്ങനെ പോകുന്നത്. ഓരോ സ്ഥലത്തും ഇങ്ങനെ ഈശോപ്പച്ചൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും. അത് ഈ റോഡ് ഫുൾ അങ്ങനെ ഉണ്ടാവും. അത് നമ്മുടെ വീടിൻ്റെ അവിടെ ഉണ്ട് കേട്ടോ, അവിടെ ക്രിസ്ത്യൻസ് കൂടുതലാണ്. നമ്മളവിടെ താമസിക്കുന്ന തിരുമല, നമ്മുടെ വീടിൻ്റെ തൊട്ട് ബാക്കിൽ ചർച്ചാണുള്ളത് കേട്ടോ. അപ്പോൾ ക്രിസ്ത്യൻസൊക്കെ കൂടുതൽ ഉള്ള സ്ഥലമാണ് നമ്മുടെ അവിടെ. അവിടെയും ഇതുപോലെ ഇങ്ങനെ ഘോഷയാത്രയൊക്കെ പോകും, എല്ലായിടത്തും പോകുമായിരിക്കും, ഇവിടെയും അവിടെയൊക്കെ പോകുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ സത്യം പറഞ്ഞാൽ അത് കണ്ടില്ല. ഞാൻ കുഞ്ഞിയും വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുഞ്ഞി വെച്ചീമയ്ക്ക് വേദ പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ എഴുന്നേറ്റോ കേട്ടോ, 9 മണിയായപ്പോൾ. സാധാരണ അങ്ങനെ എഴുന്നേൽക്കാറില്ല. അവൾ എഴുന്നേറ്റിട്ട് അങ്ങോട്ട് കരച്ചിൽ തുടങ്ങി. 9:30 വരെ പാവൻ്റെ കൊച്ചു കരങ്ങി കേട്ടോ. ചീമ പാക്കെല്ലാം ഇട്ടാക്കിയായിരുന്നു. പിന്നെ അതിനെ പെട്ടെന്ന് തന്നെ മാറ്റിയിട്ട് വേദെല്ലാം പിടിച്ച് പെട്ടെന്ന് കുളിച്ചിറങ്ങിയിട്ട് വന്നു കേട്ടോ. കാരണം പാവമില്ലേ, ഇങ്ങനെ വിശന്ന് കരയും പോലെ കരഞ്ഞു. അവൾ വയറ് നിറയെ പാലെല്ലാം കുടിച്ചിട്ടാണ് കിടന്നുറങ്ങിയത്. പക്ഷെ ഉറക്കം എഴുന്നേറ്റ ആളിന് പാല് വേണം, പാലും വേണം. ഒന്നുകിൽ ഉറങ്ങണം, എന്നിട്ട് കുറച്ച് സമയമൊക്കെ ചിലപ്പോൾ കിടക്കും, അല്ലെങ്കിൽ എടുത്ത് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കണം, വീണ്ടും പാൽ കുടിക്കണം. അങ്ങനെയാണ് അവളുടെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഉറക്കം എഴുന്നേറ്റപ്പോൾ ഭയങ്കര കരച്ചിൽ, സഹിക്കാൻ വയ്യാതെ കരങ്ങി. പിന്നെ പെട്ടെന്ന് ചെയ്യുമ്പോൾ കുളിച്ചിറങ്ങിയത് അവൾ വീണ്ടും ഉറങ്ങി കേട്ടോ. പിന്നെ കുളിച്ചിറങ്ങി പാലെല്ലാം കുടിപ്പിച്ചിട്ടാണ് കുഞ്ഞിയെ കുളിപ്പിച്ചത്. കുളിപ്പിക്കുന്ന എല്ലാം അവിടെ പാലാഴി ഹോസ്പിറ്റലിൽ വന്ന് പാർവതി എന്നാട്ടോ ചീമയ്ക്ക് ചെയ്യുന്ന കുട്ടിയുടെ പേര്. പാർവതി തന്നെയാണ് ചെയ്യുന്നത്. നന്നായിട്ട് ഓയിലെല്ലാം അപ്ലൈ ചെയ്ത് നന്നായിട്ട് സോപ്പെല്ലാം തേച്ച് നമുക്ക് പറഞ്ഞു തരും എവിടെയൊക്കെ ഇങ്ങനെ നന്നായിട്ട് തേക്കണം, കുളിപ്പിക്കണം, എവിടെ ഇങ്ങനെ എങ്ങനെ പിടിച്ചു വിടണം എന്നൊക്കെ ഉള്ളതെല്ലാം പറഞ്ഞുതരും. അപ്പം അവർ ഒരു 14 ഡേയ്സ് പാക്കേജ് അല്ലേ, 14 ഡേയ്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തന്നെയാണല്ലോ കുളിപ്പിക്കേണ്ടതൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു വെച്ചാൽ നന്നായിട്ട് പറയാം. ഒരുപാട് ഈ പിള്ളേരെ ഇങ്ങനെ തേച്ച് പിടിക്കലും ഇടലും ഒക്കെ അതൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളാട്ടോ. അവർ ജസ്റ്റ് തേക്കും പിടിക്കും, ഒന്ന് പിടിച്ചു വിടുക, അല്ലാതെ ഒരുപാട് സമയം പിടിച്ചു വിടേണ്ട കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ ഓയിൽ തേച്ചിടേണ്ട ആവശ്യമില്ല എന്നൊക്കെയാണ് പറയുന്നത്. വേദയ്ക്കാണെങ്കിൽ ഓയിൽ തേച്ച് അങ്ങനെ ഇട്ടേക്ക് വരുന്നത് കേട്ടോ, പിടിച്ചു വിടലും ബഹളവും. ഇപ്പോഴൊന്നും അങ്ങനെ പിടിച്ച് വിട്ടുവിടെന്നാണ് പറയുന്നത്. ശരിയാണ്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ജനറ്റിക്കലി കുറച്ച് ഫിഗറൊക്കെ കിട്ടിയിട്ടുണ്ടാവും, അതുപോലെ തന്നെ വളർന്ന് വരുമ്പോൾ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ അതിലിനി തേക്കാനും പിടിക്കാനും ഒക്കെ പോയാൽ ഞാൻ തന്നെ കേട്ടോ എൻ്റെ വേദമൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ തന്നെയാണ് വേദയെ കുളിപ്പിച്ചത്. അപ്പോഴും ഞാനിങ്ങനെ പിടിക്കാൻ, കാരണം കൊച്ചു കിടന്ന് കരച്ചിലല്ലേ, അതുകൊണ്ട് പിന്നെ പിടിക്കാനും എടുക്കാനും ഒന്നും പോയിട്ടില്ല. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുളിപ്പിച്ച് എടുക്കും എന്നല്ലാതെ ഞാൻ വലുതായിട്ട് പിടിക്കാനും എടുക്കാനും പോയില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു ശ്രീകുട്ടി കുളിപ്പിക്കുന്നതുകൊണ്ട് വേദയുടെ മൂക്ക് ചപ്പിയാണ് ഇരിക്കുന്നതെന്ന്. പക്ഷേ ഇപ്പോൾ വലുതായപ്പോൾ ആ മൂക്കല്ല ഷേപ്പിന് തന്നെ വന്നു കേട്ടോ. ചപ്പിയിട്ടില്ല, ഒന്നുമില്ല, അതൊക്കെ വെറുതെയാണ്. അയ്യോ, ഞാനേ കാര്യം പറഞ്ഞിരുന്നപ്പോൾ പറയാൻ വിട്ടുപോയി. ഇന്ന് അമ്മക്കിളിയുടെ ബർത്ത്ഡേ ആട്ടോ. ഹാപ്പി ബർത്ത്ഡേ മമ്മി. വസ്ത്രയുടെ ഒരു സാരി ഞാൻ കഴിഞ്ഞ ദിവസം കുറേ ഫോട്ടോസ് അയച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇതിൽ ഇഷ്ടപ്പെട്ടത് പറയാൻ പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. എനിക്ക് തിരിച്ച് മെസ്സേജ് ഇട്ടോ കേട്ടോ. ഞാൻ പിന്നെ ഒന്നും പറയാനൊന്നും പോയില്ല. ഞാൻ അതിനിങ്ങനെ എടുത്തിട്ട് വന്നു, എന്നിട്ട് കാണിച്ചതുമില്ല. ഇന്നിപ്പോൾ വേദ അതിന് ഗിഫ്റ്റായിട്ട് കൊടുത്തു. ഭയങ്കര സന്തോഷമായി. അമ്മയ്ക്ക് 100 ബ്ലാക്ക് സാരി ഉണ്ട്, എന്നാലും ബ്ലാക്കിനോട് ഭയങ്കര പ്രിയമാണ്. ഈ സാരി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് കേട്ടോ. ഇത് മഹേശ്വരി കോട്ടൺ സാരിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മഹേശ്വരി കോട്ടൺ, കാരണം ഭയങ്കര സിമ്പിളുമാണ്, ഭയങ്കര എലഗൻറ്റുമാണ്. ചിമ്മിയുടെ കുഞ്ഞിയുടെ നൂലുകെട്ടിന് ഞാനും മഹേശ്വരി കോട്ടനാണ് കൊടുക്കുന്നത്. എനിക്ക് അത്രയും കംഫർട്ടബിൾ ആട്ടോ ആ ഒരു സാരി, കാരണം ഭയങ്കര സിമ്പിളാണ്, പക്ഷേ ഒരു എലഗൻ ലുക്കും കിട്ടും. അങ്ങനെ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ബ്ലാക്ക് സാരി. ബ്ലാക്ക്, യെല്ലോ ഇതൊക്കെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അങ്ങനെ ഇപ്രാവശ്യം ബ്ലാക്ക് സാരിയാണ് എടുത്തത്. അയ്യോ, ഞാനിത് നൂലുകെട്ടിന് കൊടുക്കട്ടെ. അമ്മയ്ക്കൊരു കല്യാണി കോട്ടൺ സാരിയാട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത്, അതെല്ലാം വസ്ത്രയുടെ ആണ്. അപ്പോൾ ഇത് എടുക്കട്ടെ. ഞാൻ പറയും നൂലുകെട്ടിനാണോ കറുത്ത സാരി കൊടുത്തുകൊണ്ടിരിക്കുന്നത്? അതാണ് പ്രശ്നം. കുഴപ്പമില്ല, എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് അതിനെ കൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ കുറേ സമയം. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോയുടെ ആദ്യം ഞാനിത് കുത്തിക്കയറ്റാനായിട്ട് ഇരുന്നതാണ്, മറന്നുപോയി. ഇപ്പം ഇന്നലെ ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചു, ഇന്ന് വോയിസ് ഓവർ ചെയ്തപ്പോഴാണ് ഇത് ശ്രദ്ധിക്കുന്നത് കേട്ടോ. അപ്പോൾ മറന്നുപോയി അമ്മയുടെ ആ ഒരു ബർത്ത്ഡേ കാര്യം ഫസ്റ്റ് പറയേണ്ടതായിരുന്നു. സോറി കേട്ടോ. എന്തായാലും അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു. ഞാൻ ഏപ്രിൽ 2 എന്നാണ് കരുതിയത്. 2-3 ദിവസത്തെ വീഡിയോയിലും ഞാൻ അമ്മയുടെ ബർത്ത്ഡേ എന്ന് പറയുന്നു. പക്ഷേ ശരിക്കും അമ്മയുടെ ബർത്ത്ഡേ വന്നിട്ട് ഏപ്രിൽ 3-നാണ്.
അങ്ങനെ ഇന്ന് അമ്മയ്ക്ക് അച്ഛൻ ഫുൾ റെസ്റ്റ് കൊടുത്ത് അച്ഛൻ്റെ വക ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും സദ്യ എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞു, എടുത്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഇവിടെ എന്ത് ഫംഗ്ഷൻ വന്നാലും ചീമയുടെ കല്യാണം, ചീമയുടെ 5-ാം മാസം, എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഫുഡ് എടുക്കുന്നത് ഊട്ടുപുര എന്നാണ് കേട്ടോ. ഊട്ടുപുര നമുക്കിവിടെ നിന്ന് അടുത്താണ്, തൊട്ടത്തും തൊട്ട് മുകളിലാണ് ഊട്ടുപുര. ഭയങ്കര ഫേമസ് ആണ് അവരുടെ കാറ്ററിങ്. എനിക്ക് കൂടുതലും ഇഷ്ടം അവരുടെ സദ്യയാണ്. മറ്റുള്ളതൊന്നും അത്രയും അടിപൊളിയൊന്നും ഞാൻ പറയില്ല, കാരണം എല്ലായിടത്തും ഉള്ള പോലെയാണ്. പക്ഷെ സദ്യക്ക് എന്തോ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ ഊട്ടുപുരയിൽ. അങ്ങനെ എപ്പോഴും എന്താവശ്യം വന്നാലും, അത് തിരുമല വീട്ടിലായാലും നെട്ടയത്തായാലും എന്താവശ്യം വന്നാലും ഞങ്ങൾ അറിയാവുന്ന ആരോടായാലും ഊട്ടുപുര എന്ന് പറയും. അപ്പോൾ നമുക്കിവിടെ തൊട്ടടുത്താട്ടോ നെട്ടയത്തുന്ന മലമുകളിലാണ് ഊട്ടുപുര. ജസ്റ്റ് ഒരു 5 മിനിറ്റ് പോലും ഇല്ല പോയി എടുത്തിട്ട് വരാം. അപ്പോൾ 2 ദിവസം മുന്നേ വിളിച്ചപ്പോൾ ഒരു 5 സദ്യ കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അപ്പോൾ അവർക്ക് വേറെ വർക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് തരത്തുള്ളൂ. അപ്പോൾ പറഞ്ഞ് നാളെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ അടുത്ത ദിവസം വിളിച്ചപ്പോൾ അവൈലബിൾ ആണെന്ന് പറഞ്ഞു. അങ്ങനെ 5 സദ്യ നമുക്ക് 5 പേർക്ക് വേണ്ടി മാത്രം. സച്ചിനും ഉണ്ടായിരുന്നേ, ഏട്ടനില്ല, ഏട്ടൻ ഷൂട്ടിന് പോയി. മനോജില്ലാതെ. പിന്നെ മനോജിന് ഈ വക കാര്യങ്ങളൊന്നും വലിയ താല്പര്യമില്ല. എൻ്റെ വീട്ടിൽ വരുന്നതും വലിയ ഇഷ്ടമൊന്നുമില്ല. പിന്നെ ചിലപ്പോൾ അങ്ങ് സ്നേഹം കൂടുമ്പോൾ വരും പോവും എന്നല്ലാതെ അങ്ങനെ വരുന്നതും നിൽക്കുന്നതും ഈ പാർട്ടികളിൽ ജോയിൻ ചെയ്യുന്നതും ഒന്നും ഇഷ്ടമല്ല. പിന്നെ വലിയ ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ ഏട്ടൻ ഓളിനോളായിട്ട് നിൽക്കും കേട്ടോ. 5-ാം മാസം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കെല്ലാം മെയിൻ ആളായിട്ട് നിൽക്കും. പക്ഷേ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കൊന്നും വരുന്നതും എൻജോയ് ചെയ്യുന്നതും അതിൻ്റെ കൂട്ടത്ത് കൂടുന്നതും ഇതൊന്നും ഏട്ടന് ഇഷ്ടമുള്ള കാര്യമില്ല. അത് അങ്ങനെ ഒരു സ്വഭാവം. പിന്നെ നമ്മളും അതിനെ നിർബന്ധിക്കാൻ പോവില്ല. ഞാനും അങ്ങനെ പോകുന്നതിന് ഒരു കുറ്റവും പറയത്തില്ല. നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ അറിയാമല്ലോ, എത്ര ദിവസമായിട്ട് ഞാൻ നെട്ടയത്ത് വന്നിരിക്കണം. അതിനൊന്നും ഒരു പരാതിയോ പരിഭവോ ഒന്നുമില്ല. നിനക്ക് നിൻ്റെ രീതി, എനിക്ക് എൻ്റെ രീതി. അപ്പോൾ ഞാനും പല കാര്യങ്ങളിലും നിർബന്ധിക്കാറില്ല. പിന്നെ ചിലവർക്ക് ദേഷ്യം വന്നാൽ എൻ്റെ വീട്ടിൽ മാത്രം വരും, അങ്ങനെ ഇങ്ങനെ ഇതൊക്കെ കിടന്ന് ചാടുമ്പോൾ വരും കേട്ടോ. അത് വേറെ കാര്യം. എനിക്കെന്തോ ആവാം, പക്ഷേ ഏട്ടനായിക്കൂടാ, അതാണ്. അങ്ങനെ 5 സദ്യയെല്ലാം എടുത്ത് നമ്മൾ വന്നു. ഒരു കൂട്ടം പായസം കേട്ടോ, അടപ്പായസമാണ്. ബാക്കി എല്ലാ കറികളും ഉണ്ട്. ഒരു 1:30 മണിയായപ്പോൾ സച്ചിൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. സച്ചിൻ ഒരു 1:30 മണിയായപ്പോൾ എത്തി. എന്നിട്ട് നമ്മളെല്ലാവരും കൂടി കഴിക്കാനായിട്ടിരിക്കുകയാണ്. കുഞ്ഞിപ്പെണ്ണം അപ്പോഴെണീറ്റൊരു പാലെല്ലാം കുടിച്ച് അപ്പം തന്നെ ഉറങ്ങി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കൂടി ഒരുമിച്ചിരിക്കാനായിട്ട് പറ്റി. അങ്ങനെ ഇലയിടുകയാണ്. സത്യം പറയാമല്ലോ, നമ്മൾ പഴയിടം രുചിയിൽ നിന്ന് വാങ്ങാമെന്ന് കരുതി. അപ്പോൾ അച്ഛൻ പറഞ്ഞ് ഇനി അങ്ങ് വരെ പോകണ്ടല്ലോ, നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാമെന്ന് കരുതി പറഞ്ഞേ. അങ്ങനെയാണ് ഇവിടെ നിന്ന് വാങ്ങുന്നത്. പഴയിടം രുചിയിൽ 250 റുപ്പീസ് എന്തോണ് സദ്യ. നല്ല സദ്യയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മദേഴ്സ് വെജ് പ്ലാസയിലും 365 ദിവസം സദ്യയുണ്ട്. ഇവിടുത്തെ ട്രിവാൻഡ്രത്തെ ഫേമസ് ഒരു വെജിറ്റേറിയൻ സ്പോട്ടാണ് മദേഴ്സ് വെജ് പ്ലാസ. സദ്യക്കൊക്കെ ഭയങ്കര ഫേമസ് ആണ്. പേഴ്സണലി എനിക്ക് അവിടുത്തെ സദ്യ വലിയ ഇഷ്ടമല്ല. ദോശയും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്, പക്ഷേ സദ്യ ഇഷ്ടമല്ല. പഴയിടം രുചിയിലെ സദ്യ എനിക്ക് ഇഷ്ടമാണ്, ദോശയും കാര്യങ്ങളും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഇത് രണ്ടാണ് ഇവിടുത്തെ വ്യത്യാസം. അവിടെയും 250 സംതിങ് ആണ്, 300 അടുപ്പിച്ചാണ് കേട്ടോ രണ്ടിടത്തും GST കാര്യങ്ങളെല്ലാം പോയിട്ട്. പക്ഷേ നമുക്ക് അതിനുള്ള ക്വാണ്ടിറ്റി ഉണ്ടാവത്തില്ല. മദേഴ്സ് വെജ് പ്ലാസയിൽ സദ്യ എനിക്ക് ഇഷ്ടമല്ല. പുഴയിടം രുചിയിലാണെങ്കിലും അത്രയും 5 സദ്യ വാങ്ങിച്ചാൽ 5 പേർക്ക് കഴിക്കാൻ പറ്റുള്ളൂ, അതിൽ കൂടുതലുണ്ടാവത്തില്ല കേട്ടോ. പക്ഷേ ഇത് 5 പേർക്ക് വാങ്ങിയെങ്കിലും 7 പേർക്ക് കഴിക്കാനുള്ളതുണ്ടായിരുന്നു കേട്ടോ. കണക്കറിഞ്ഞൂടാതെ ഞങ്ങൾ 6 പേരുണ്ടായിരുന്നു. 6 ഇലയും ഇട്ടിട്ട് കൂടെ ഒരു ഇല കൂടി അഡീഷണൽ ഇട്ടു. 6 എണ്ണം എടുത്തതെന്ന് അറിയത്തില്ല. 7 ഇലയിൽ നമ്മൾ സദ്യ ഒരുക്കിയായിരുന്നു. 7 ഇലയിൽ വെക്കാനുള്ള കറികളും സാധനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, നല്ല സ്വാദും ഉണ്ടായിരുന്നു കേട്ടോ. വീട്ടിൽ വെച്ച് നമ്മൾ കഴിക്കുന്ന ആ ഒരു സ്വാദുണ്ടായിരുന്നു. വീടിൻ്റെ തൊട്ടടുത്താണ്, റേറ്റും കുറവാണ്. നല്ല സദ്യയായിരുന്നു. കാരണം നമുക്ക് വാങ്ങിച്ചാൽ അറിയാം അവരുടെ സദ്യ നല്ലതാണെന്നുള്ളത്. നല്ല സദ്യ, നല്ല പായസം എല്ലാം കൂടി കൂട്ടി ഞങ്ങൾ കഴിക്കാനായിട്ടിരുന്നേ. അപ്പോഴേക്കും ഇല ഇട്ട് കഴിഞ്ഞപ്പോൾ കാണാൻ ഒരു ഇല അഡീഷണലായിട്ട് വന്നു. ഞാൻ നോക്കിയപ്പോൾ ഇത് ഏത് കണക്കിന് ഒരു ഇല. അപ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷനായി. അവസാനം വേദയാണ് ഇട്ടതെന്ന് അച്ഛനാണ് ഇട്ടതെന്ന് വേദ, 2 പേരും കൂടെ അടിയായി കേട്ടോ. അച്ചിയല്ലേ പറഞ്ഞതിടാൻ, അപ്പോൾ അച്ചി പറയണേ ഞാനല്ല നീയല്ലേ പറഞ്ഞതിടാൻ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു. അവർ കാൽക്കുലേറ്റ് ചെയ്തതിൽ തെറ്റായിപ്പോയാണ് കേട്ടോ. അപ്പോൾ ഇലയിൽ എന്തൊക്കെ വിഭവങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ ഇഞ്ചി, നാരങ്ങ, മാങ്ങ, പച്ചടി, തോരൻ, അവിയൽ, കൂട്ടുകറി, പിന്നെ ചിപ്സ്, ഉപ്പേരി, പഴം, ഇടിചമ്മന്തി, തീയൽ, എല്ലാ കറികളും ഉണ്ടായിരുന്നു കേട്ടോ. ഒരു നോർമൽ സദ്യയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കറികളും ഉണ്ടായിരുന്നു. വീട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നതിനെക്കാട്ടി എത്രയോ ലാഭം. 5 ഊണെടുത്താൽ ആവശ്യത്തിൽ കൂടുതൽ നല്ല വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്നത് പോലെ സ്വാദോടു കൂടി കഴിക്കാൻ കഷ്ടപ്പാടും ബഹളവും ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ പണ്ടൊരു ഓണത്തിന് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ എടുക്കുന്നതിനെക്കാട്ടി ഉണ്ടാക്കി കഴിക്കുന്നതിന് സ്വാദെന്നുള്ള കേട്ടോ. പക്ഷേ ഈ ഉണ്ടാക്കുന്നതിൻ്റെ പാടും ബാക്കി പാത്രം കഴുകുന്നതും അതും ഇതുമൊക്കെ വെച്ച് ആലോചിച്ച് നോക്കുമ്പോൾ പിന്നെ സ്വാദും ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ടാണ് വീട്ടിലെപ്പോഴും ഉണ്ടാക്കുന്നത്. പക്ഷേ നല്ല സ്വാദുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു എന്തുണ്ടെങ്കിലും ഇതുപോലെ നമുക്ക് വാങ്ങിക്കാം, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല സ്വാദുണ്ട്, ക്വാണ്ടിറ്റി ഉണ്ട്, വിലയിൽ നമ്മൾ പഴയടത്തുനിന്ന് വാങ്ങുന്ന എമൗണ്ട് ഒന്നുമില്ല. എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല, 200 രൂപയ്ക്കുള്ളിലേ ഉള്ളൂ. അച്ഛനാണ് പേയ്മെൻ്റ് ഒക്കെ ചെയ്തത് കേട്ടോ.
അച്ഛൻ്റെ വക അമ്മയ്ക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റാണ്. അങ്ങനെ ബർത്ത്ഡേ കേർഡ് സ്റ്റാർട്ട് ചെയ്തു കഴിക്കാനായിട്ട്. അപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്തു, വീഡിയോ എടുക്കണ്ടേ, കഴിച്ചുകൊണ്ടിരുന്നാലും വീഡിയോ എടുക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് വീഡിയോ എടുത്തുകൊണ്ട് നിന്നപ്പോൾ പിന്നെ എല്ലാവരും കഴിച്ച് പകുതിയായി. പിന്നെ ഞാൻ കരുതി അവരൊക്കെ കഴിച്ചിട്ട് ഞാൻ ഇരിക്കാമെന്നുള്ളത്. അവർ കഴിച്ചിട്ട് മീൻസ് ഇനി സാമ്പാറും കൊടുക്കണം, പായസവും കൊടുക്കണം. അപ്പോൾ അത് രണ്ടും കൂടി കൊടുത്തിട്ട് ഞാൻ ഇരിക്കാമെന്ന് കരുതി. അങ്ങനെ അവർ കഴിച്ച് പകുതി ആയപ്പോഴേക്കും സാമ്പാറും പായസവും ഒക്കെ എടുത്ത് കൊടുത്ത ശേഷം ഞാൻ കഴിക്കാനായിട്ടിരുന്നു. നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. കേക്കും പൂക്കലയൊന്നും വാങ്ങിയില്ല, കാരണം വേസ്റ്റാണ് കേക്ക് വാങ്ങുന്നത്. കട്ട് ചെയ്യും, ജസ്റ്റ് ഒന്ന് കഴിക്കും, പിന്നെ ആർക്കും വേണ്ട കേട്ടോ കേക്ക്. ആ ക്രീമിൻ്റെ ഒരു അതിപ്രസരം കൊണ്ട് ആർക്കും കഴിക്കാം. പണ്ടൊക്കെ നിറയെ കഴിക്കുമായിരുന്നു, ഇപ്പോൾ ആരും വേദ പോലും കഴിക്കില്ല. അതുകൊണ്ട് പിന്നെ എന്താ ചെയ്തു, കേക്ക് വേണ്ടാന്ന് കരുതി വാങ്ങിച്ചില്ല. അതിൻ്റെ ആവശ്യമില്ല എന്ന് കരുതി, വെറുതെ വാങ്ങിക്കുന്നു എന്ന് കരുതി. ചീമയുടെ ഇലയിലിരിക്കുന്ന സാധനങ്ങൾ നോക്കി അതിൽ ഉള്ളി, തീയിൽ കിടന്ന ഉള്ളി, പൊട്ടറ്റോ അങ്ങനെയുള്ള എല്ലാം ബാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വേദയും അത്യാവശ്യം സദ്യ കഴിച്ചു, പക്ഷെ കറികളൊന്നും കൂട്ടിയില്ല. ചോറും പരിപ്പും പപ്പടവും ഒക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് നന്നായിട്ട് കഴിച്ചു. പായസവും കുടിച്ചു കേട്ടോ. ബാക്കി എല്ലാവരും നന്നായിട്ട് കഴിച്ചു. അമ്മയും ഹാപ്പി. അമ്മയുടെ ബർത്ത്ഡേ ആയിട്ട് കിച്ചണിലൊന്നും കയറാണ്ട് റെസ്റ്റ് എടുത്ത് നല്ലൊരു സദ്യ കഴിക്കാൻ പറ്റിയതിൻ്റെ സന്തോഷം. 365 ദിവസവും അമ്മ കിച്ചണിലാണ്. ഇപ്പം എൻ്റെ അവിടെ വന്നാലും അമ്മ കിച്ചണിൽ തന്നെ കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെ ഒരു അവസരം കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പിന്നെ കുഞ്ഞുള്ളതുകൊണ്ട് ഉറക്കത്തിൻ്റെ ഒരു ഇത് നന്നായിട്ട് അമ്മയ്ക്ക് ഉണ്ട് കേട്ടോ. BP കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അമ്മയ്ക്ക് ഉറക്കം ശരിയായില്ല എങ്കിൽ അത്യാവശ്യം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, തലവേദനയും ഒക്കെ ഉണ്ട്. പക്ഷെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ അമ്മ ഒരു കോംപ്രമൈസ് ഇല്ല കേട്ടോ. അത്രയും കാര്യമായിട്ടാണ് അവളെ നോക്കുന്നത്. ചിമ പോലെ എന്നാണ് അമ്മയുടെ പ്രാർത്ഥന കേട്ടോ. അങ്ങ് സച്ചിൻ്റെ വീട്ടിലെ എന്തായാലും 3 മാസമൊക്കെ കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ എന്ന് തോന്നുന്നു. ബാക്കി അവരുടെ ഇതല്ലേ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടിരുന്നപ്പോഴേക്കും അടിപൊളി ഒരു മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ എവിടെ ആ മഴ അപ്പോഴേ അങ്ങ് കഴിഞ്ഞു. ദേ അമ്മ കിടക്കുന്ന കിടപ്പ് കണ്ടോ, വെട്ടിയിട്ട വാഴ പോലെ. അങ്ങനെ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ. അതുപോലെ പാലാഴിയുടെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കൊടുത്തിരിക്കാം, അവരെ കോൺടാക്ട് ചെയ്ത്. ഇതാണ് ഇപ്പോൾ ലൈറ്റിൻ്റെയൊക്കെ അവസ്ഥ. ഒരു മിന്നാമിനിങ്ങിൻ്റെ ലൈറ്റ് മാത്രമാണ് ഇപ്പോൾ ഈ വീട്ടിലുള്ളത്. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. എല്ലാവർക്കും കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ടാറ്റാ.